നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട തൃശ്ശൂരിലെ നിപ്പോൺ ടൊയോട്ടോയുടെ യൂട്രസ്റ്റ് എന്ന് പറയുന്ന സർട്ടിഫൈഡ് യൂസർ ഷോറൂമിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒന്നാമത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല നല്ല ക്വാളിറ്റി വാഹനങ്ങൾ ഒരുപാട് നമ്മൾ ഒന്നാമത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഷോറൂമിൽ ബാക്കിയുള്ള വാഹനങ്ങളെല്ലാം തന്നെ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒന്നാമത്തെ എപ്പിസോഡ് കാണാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവർ എന്തായാലും അതുകൂടി ഒന്ന് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വാഹനം അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വലിയ കമ്പനിയുടെ ഓതറൈസ്ഡ് ഷോറൂമിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ടൊയോട്ടയുടെ എത്തിയോസ് ലീവ അല്ലേ? എത്തിയോസ് ലീവ ഏതാ മോഡൽ? 2015 മോഡൽ സിംഗിൾ ഓണർ 1,27,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ ഡീസൽ വാഹനമാണ്. ഡീസൽ എത്തിയോസ് ലീവ് ഒക്കെ ഒരുപാട് എൻക്വയറീസ് വരുന്ന വാഹനമാണ്. അപ്പോൾ നല്ലൊരു വാഹനം, അത് ഓതറൈസ്ഡ് ഷോറൂമിലാണ് ഉള്ളത്, സ്റ്റോക്ക് ഉള്ളത്. വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനമാണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ചെക്ക് ചെയ്തിട്ട് എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ഒരു വാഹനങ്ങൾ സെയിലിന് വെക്കുന്നത്. ചോദിക്കുന്ന പ്രൈസ് എത്ര? 5,20,000 രൂപയാണ് ചോദിക്കുന്നത്. ലോൺ ചെയ്യാൻ പറ്റും. ഇത് ഏത് വേരിയന്റ്? GD. അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലത്തെ പുതിയതാണ്. ബാക്കിലത്തെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് ടൊയോട്ടയുടെ എത്തിയോസ് ലീവ പെട്രോൾ വേരിയന്റ് ആണ്. ഏതാ വേരിയന്റ്? ജി വേരിയന്റ്. മോഡൽ എത്ര? 2014 മോഡൽ. ഓണർഷിപ്പ് സെക്കൻഡ്. എത്ര കിലോമീറ്റർ ഓടി? 98,000 കിലോമീറ്റർ. പെട്രോൾ മാനുവൽ. ഇതിൽ അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൽ 4 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് എല്ലാം വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ്, പേപ്പേഴ്സ് എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ ചെയ്തിട്ടുണ്ടല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന് നമ്മൾ 390 ചോദിക്കുന്ന പ്രൈസ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ലോണും ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് ഫാമിലി കസ്റ്റമേഴ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ടുള്ള മാരുതിയുടെ വാഗനർ ഒരെണ്ണം സ്റ്റോക്ക് ഉണ്ട് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? 2012 സിംഗിൾ ഓണർ വണ്ടി. 51,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏതാ വേരിയന്റ്? LXI വേരിയന്റ് ആണ്. 51,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. LXI AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് ഒക്കെ ക്ലിയർ, എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റും കാര്യങ്ങളും ഒന്നുമില്ല. കണ്ടീഷൻ വണ്ടി. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ 265 ചോദിക്കുന്നത്. മാരുതി റിറ്റ്സ് അല്ലേ? ഇത് മോഡൽ എത്ര വരുന്നത്? ഇത് 2015 മോഡലാണ്. 15 മോഡൽ. ഏതാ വേരിയന്റ്? ഏതാ? ഇത് VXI പെട്രോൾ ആണല്ലേ? ഓണർഷിപ്പ് ഇപ്പൊ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണല്ലേ? എത്ര കിലോമീറ്റർ ഓടി? 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനമാണ്. VXI അത്യാവശ്യം 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ കസ്റ്റമർ അതില് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ക്യാമറ കാര്യങ്ങളൊക്കെ അഡീഷൻ ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിലവിൽ വേറെ മേജർ ആക്സിഡന്റ് എന്തെങ്കിലും? മേജർ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നും കംപ്ലൈന്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ 380 ചോദിക്കണം. 3,80,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ഇത് ടാറ്റ കമ്പനിയുടെ ടിയാഗോ എന്ന് പറയുന്ന വാഹനമാണ്. ഇതിന്റെ മോഡൽ എത്ര? ഇത് 2020 മോഡലാണ്. XZ പ്ലസ് എന്ന് പറഞ്ഞ ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്. മാനുവൽ ആണ്. പെട്രോൾ മാനുവൽ അല്ലേ? ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 74,000 കിലോമീറ്റർ ആണ് ഓടിയത്. 74,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് XZ പ്ലസ് എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ ആണ്. അലോവിയില് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 5,20,000 രൂപ. 5,20,000 ചോദിക്കുന്ന പ്രൈസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ലേ? മാക്സിമം നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ലോണൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തരും. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തായിട്ട് ഹോണ്ട കമ്പനിയുടെ ജാസ്. ഇത് മോഡൽ എത്ര? 2015 മോഡൽ. ഏത് വേരിയന്റ്? ഏതാ? ഇത് ഫുൾ ഓപ്ഷൻ ആണല്ലേ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടി? 95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ ഡീസലാ? പെട്രോൾ മാനുവൽ അല്ലേ? ഇത് ഏതാ? V എന്ന് പറഞ്ഞ ഫുൾ ഓപ്ഷൻ അല്ലേ? അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അലവിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? വേറെ കംപ്ലൈന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നിലവിൽ കംപ്ലൈന്റ്സ് ഒന്നുമില്ല. ചെക്ക് ചെയ്തിട്ടാണ് സെയിൽ. ഇത് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 4,30,000 ചോദിക്കണം. 4,30,000 രൂപ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ആണ്. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? 2018 മോഡല് മാരുതി സുസുക്കിയുടെ ബലേനോ അല്ലേ? ഏത് വേരിയന്റ്? ഏതാ? ഇത് ആൽഫയാണ് വേരിയന്റ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ. പെട്രോൾ മാനുവൽ അല്ലേ? എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 42,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. 42,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ സർവീസ് എല്ലാം ഉള്ളതാണ്. ഇത് ആൽഫ എന്ന് പറയുന്നതിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരുന്നുണ്ട്. അലോവിയില് പുഷ് ബട്ടൺ, കീലെസ് എൻട്രി എല്ലാം വരുന്ന വാഹനമാണ്. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ? ഇൻഷുറൻസ് അപ്ഡേറ്റഡ് ആണ്. എല്ലാം ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 6,10,000 രൂപ. ഇത് ഹ്യുണ്ടായിയുടെ i20 അല്ലേ? ഇത് മോഡൽ എത്ര വരുന്നത്? ഇത് 2016 സ്പോർട്സ് ആണ് വേരിയന്റ്. സ്പോർട്സ് വേരിയന്റ് ആണല്ലേ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 95,000 കിലോമീറ്റർ ഓടി. പെട്രോൾ ഡീസലാ? പെട്രോൾ മാനുവൽ അല്ലേ? മാനുവൽ. സ്പോർട്സ് അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെയുള്ളത്. ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെയുള്ളതാണ് സ്പോർട്സ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല. മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ഇത് ഓതറൈസ്ഡ് ഷോറൂം ആണ്. അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും നമുക്കിപ്പോൾ കാണുന്നവർക്ക് ഒരു വിശ്വാസം തോന്നണം. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി തരുന്നത്.
ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 4,25,000 രൂപ. 4,25 ചോദിക്കുന്ന പ്രൈസ് അല്ലേ? ഇത് നമുക്ക് ചെറിയ ഇതിൽ മാറ്റം കാര്യങ്ങൾ ഈ മാസം എടുക്കുന്നുണ്ടാവില്ല. പ്രൈസ് നെഗോഷ്യബിൾ ആണ്, നമുക്ക് നോക്കിയിട്ട് ലോൺ ചെയ്യാൻ പറ്റും. ഒരു മീഡിയം ബഡ്ജറ്റിൽ നല്ലൊരു വാഹനം അന്വേഷിച്ചിരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനം സ്റ്റോക്ക് ഉണ്ട് അല്ലേ? ഇത് ഹ്യുണ്ടായിയുടെ സാൻഡ്രോ. ഏതാ മോഡൽ വരുന്നത്? ഇത് 2009 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ 60,000 കിലോമീറ്റർ ഓടിയ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്, 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ അല്ലേ? പെട്രോൾ, പുതിയ പേപ്പറും കാര്യങ്ങളുള്ള വണ്ടി. പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്, അങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. വാഹനം എടുത്തുകൊണ്ട് പോയി ഉപയോഗിച്ചാൽ മാത്രം മതി. പറഞ്ഞിട്ടുള്ള കിലോമീറ്റർ കാര്യങ്ങളെല്ലാം ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഏതാ വേരിയന്റ് ഏതാണ്? ഇത് GLE. അതിന് ചോദിക്കുന്ന പ്രൈസോ? ഇത് 1,40,000. 1,40,000 രൂപയാണ്. ചെറിയൊരു എമൗണ്ടിൽ നല്ലൊരു വാഹനം, ക്വാളിറ്റി വാഹനം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇത് ഹോണ്ട കമ്പനിയുടെ അമേസ് എന്ന വാഹനമാണ്. ഇത് മോഡൽ എത്രയാണ് വരുന്നത്? ഇത് 2017 മോഡൽ. വേരിയന്റ്. എസ് വേരിയന്റ്. മാനുവൽ അല്ലേ? മാനുവൽ. പെട്രോൾ ഡീസലാ? പെട്രോൾ. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടി? 88,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. 88,000 കിലോമീറ്റർ. സെഡാൻ സെഗ്മെന്റ് വാനാണല്ലേ? അതെ. ഓക്കെ. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരിക? ഇതിൽ നമുക്ക് വന്നിട്ട് AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ കാര്യങ്ങളൊക്കെ, ബേസിക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ബേസിക് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റിയിലെ സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയർസ് അല്ലേ? ഇതിന് നമുക്ക് ചോദിക്കുന്ന പ്രൈസ് എത്ര? 4,75. 4,75. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. ഇത് മഹേന്ദ്രയുടെ ബോലേറോ അല്ലേ? ഇത് ഏതാ മോഡൽ? ഏതാ ഇത്? 2013 മോഡൽ. സെക്കൻഡ് ഓണർ. 1,56,000 കിലോമീറ്റർ ഓടിയ ZLX എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ്. പെട്രോൾ ഡീസലാ? ഇത് ഡീസൽ വാഹനമാണല്ലേ? എത്ര കിലോമീറ്റർ ഓടി? ഇത് 1,56,000. ഇഷ്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിസ്റ്ററി ഉണ്ട്. അലോയിലും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാം ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ നല്ല പുതിയ ടയേഴ്സ് ആണുള്ളത്. പിന്നെ അലോയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം കാണാൻ ഇത്തിരി ലുക്കും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് അല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 5 ലക്ഷം രൂപ. ഒരു 5 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് അല്ലേ? ലോൺ ചെയ്യാൻ പറ്റുമോ? ലോണൊക്കെ ചെയ്യാൻ പറ്റും. മാക്സിമം നമുക്ക് ലോൺ ചെയ്യാം. വാഹനപ്രേമികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങൾ ഒന്നാണ് റെനോൾട്ടിന്റെ ഡസ്റ്റർ അല്ലേ? ഇത് മോഡൽ എത്ര വരുന്നത്? ഇത് 2013 1 ടൺ സിംഗിൾ ഓണർ. 1,03,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 1,03,000 കിലോമീറ്റർ. പെട്രോൾ ഡീസലാ? ഡീസൽ. മാനുവൽ അല്ലേ? മാനുവൽ ആണ്. ജെന്യൂൻ കിലോമീറ്റർ അല്ലേ? പറഞ്ഞ കിലോമീറ്റർ സിംഗിൾ ഓണർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് വാഹനങ്ങൾ എടുക്കുന്നത്. അതിന് പുറമെ ഇവർ എന്തെങ്കിലും തരത്തിലുള്ള കമ്പനി കാര്യങ്ങൾ എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് വാഹനം സെയിലിന് വെക്കുക അല്ലേ? ഇതിനെ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 3,90,000 രൂപ. ഇത് ഹ്യുണ്ടായി കമ്പനിയുടെ ക്രെറ്റ അല്ലേ? ഓൾഡ് ഫേസിലിരുന്നോ? ഇത് മോഡൽ എത്ര? ഇത് 2016 1.6 E+ എന്ന് പറഞ്ഞ ബേസ് ഓപ്ഷൻ വെഹിക്കിൾ ആണ്. E+ 1,88,000 കിലോമീറ്റർ ഓടിയേക്കുന്നത്. പെട്രോൾ. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ വണ്ടിയാണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി. 1,80 വരെ കമ്പനി ഹിസ്റ്ററി ഉണ്ട്. 1,80 വരെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ ആണ്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 5,60,000 രൂപ. 5,60,000 രൂപ. നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ലോണൊക്കെ ഇവർ തന്നെ അറേഞ്ച് ചെയ്ത്. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു 6 സീറ്റർ വാഹനം അല്ലേ? മഹേന്ദ്ര കമ്പനിയുടെ KUV 100. ഇത് മോഡൽ എത്ര? ഇത് 2016 മോഡൽ. 16 മോഡലാണ്. ഏതാ വേരിയന്റ്? ഏതാ? ഇത് K6 എന്ന് പറയുന്ന വേരിയന്റ്. K6 പറയുന്ന വേരിയന്റ് ആണല്ലേ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടി? 30,000 കിലോമീറ്റർ. 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവുക? ഇതിൽ നമുക്ക് ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. അതേപോലെ പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ. മാനുവൽ ആണ് വണ്ടി. പെട്രോൾ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 2,80 നമ്മൾ ചോദിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അടുത്തായിട്ട് മാരുതിയുടെ സെലേറിയോ. ഇത് ഏതാ മോഡൽ? ഏതാ? ഇത് 2015 മോഡൽ. ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർഷിപ്പ്. വേരിയന്റ് ഏത് വരുന്നത്? ഇത് VXI വേരിയന്റ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ടോ? ഇത് 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെലേറിയോ. VXI അത്യാവശ്യം 4-door പവർ വിൻഡോ, സെൻട്രലൊക്കെ ഞങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഇൻഷുറൻസ് എല്ലാം ക്ലിയർ അല്ലേ? ഇൻഷുറൻസും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആണ്. വാഹനങ്ങളുടെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ഏത് സമയവും പക്കയായിരിക്കും. കാരണം സർട്ടിഫൈഡ് ഓതറൈസ്ഡ് ഷോറൂം ആണല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ 3 ലക്ഷം രൂപയാണ് ഇപ്പൊ വണ്ടി ചോദിക്കുന്ന പ്രൈസ്. സ്റ്റോക്ക് കയറിയിട്ടുള്ളൂ. നമ്മളായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോ എടുത്തിട്ടുള്ള വാഹനമാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അല്ലേ?